ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബൂന്തി ലഡുവാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലും അരമണിക്കൂറിൽ തന്നെ ബൂന്തി ലഡു തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ബൂന്തി ലഡു തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടലമാവാണ്. ഞാൻ 1 കപ്പ് അളവിൽ കടലമാവാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു കപ്പ് മാവിൽ നമുക്ക് 8ഓളം ലഡു തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓറഞ്ച് കളറോ അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറോ ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അതുപോലെ തന്നെ നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബൂന്തി നല്ലതുപോലെ ഒന്ന് പെരുവി വരുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ കട്ടകളൊന്നും വരാത്ത രീതിക്ക് വേണം കലക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കലക്കിയെടുക്കുമ്പോഴത്തേക്കും വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളിതിലേക്ക് മാവ് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് കലക്കി എടുക്കാനായിട്ട്. ഇപ്പം ഞാനൊരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തപ്പം ഈ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത്. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 2 സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കലക്കിയെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കട്ടിക്കാണ് മാവ് വരുന്നതെങ്കിൽ നമ്മുടെ ബൂന്തി കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പിൽ വരില്ല. അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാലും നമുക്ക് ബോൾ പോലെ ബൂന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റില്ല. കുറച്ചൊന്ന് നീളത്തിലായിരിക്കും നമ്മുടെ ബൂന്തി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ വേണമെന്ന് കലക്കിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കും അല്ല ഒരുപാട് തിന്നും അല്ലാത്ത രീതിക്ക് ഈ ഒരു പരുവത്തിൽ വേണം മാവൊന്ന് കലക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബൂന്തിക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ലായനി ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള 1 കപ്പ് മാവിന് ഈ 1 കപ്പ് അളവിൽ പഞ്ചസാര കറക്റ്റായിട്ടുള്ളൊരു മധുരമായിരിക്കും. ഇനി ഇതിലേക്ക് പഞ്ചസാര ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം നമുക്കിതിലേക്കൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അതുവരേക്കൊന്ന് നമുക്ക് തിളപ്പിച്ച് എടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പഞ്ചസാര ഇതുപോലെ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സൈഡിലും ഇതുപോലൊരു തിള വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരല്പം പഞ്ചസാര കയ്യിലൊന്ന് തൊട്ടതിന് ശേഷം ഇതുപോലെ വിരലുകൾക്കിടയിലാക്കിയിട്ട് വിരലൊന്ന് അകത്തുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒറ്റനൂൽ പരുവത്തിൽ ആയി വരണം. ആ പരുവം വരേക്കും വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പം കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലായി വന്നിട്ടില്ല. നമുക്കിനി വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടെ പഞ്ചസാര നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിലൊരു 10 മിനിറ്റോളം ഒന്ന് പഞ്ചസാര തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ബൂന്തി ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പഞ്ചസാര ലായനിയുടെ കറക്റ്റായിട്ടുള്ളൊരു പരുവം എന്ന് പറയുന്നത് ഒറ്റനൂൽ പരുവമാണ്. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ബൂന്തി ലഡുവിന് വേണ്ടിയിട്ടുള്ള ബൂന്തി ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ബൂന്തി തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ ഹോളുകളുള്ള ഈ ഒരു തവി ഉപയോഗിച്ചിട്ടാണ്. ഇതുപോലെ തവി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പരന്നിട്ടുള്ള പ്ലാസ്റ്റിക് ബൗൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഹോൾ ഇട്ടതിന് ശേഷം ഇതുപോലെ അത് ഉപയോഗിച്ചിട്ടും മാവ് നമുക്ക് ഒഴിച്ച് ബൂന്തി തയ്യാറാക്കാവുന്നതാണ്. ഇനി നമ്മൾ നമ്മുടെ എണ്ണ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലാക്കിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഇളക്കി വെച്ചിട്ടുള്ള മാവ് ഒരു തുള്ളി എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇട്ട ഉടനെ തന്നെ ഇതൊന്ന് പൊങ്ങി വരണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എണ്ണ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് മാവ് ഒഴിച്ച് ബൂന്തി ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ എണ്ണ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഈ ഒരു ഹോളുള്ള ഈ ഒരു തവി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബൂന്തി ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് കുറച്ച് മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിക്കുമ്പം തന്നെ ഇതിലേക്ക് എണ്ണയിലേക്ക് ഈ മാവ് നല്ലൊരു ബോൾ ഷേപ്പിലായിരിക്കും പോയി വീഴുന്നത്. നമ്മുടെ മാവ് ഇങ്ങനെ ബോൾ ഷേപ്പിൽ പോയി വീഴുന്നു കഴിഞ്ഞാൽ നമ്മൾ കലക്കി എടുത്തിട്ടുള്ള കൺസിസ്റ്റൻസി കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള മാവൊക്കെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒരു 5 സെക്കൻഡ് നമുക്കിത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും.
ഒരുപാട് സമയം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് മൊരിഞ്ഞു പോവും. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ലഡു തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ പഞ്ചസാര ലായനിയിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഈ ബൂന്തി പഞ്ചസാര അബ്സോർബ് ചെയ്യാതെ വരും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതിയാവും. നമുക്കിത് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇട്ടതിന് ശേഷം ഒരു 5 സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മുത്തുമണി പോലെയുള്ള ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ബൂന്തിയും ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബൂന്തി നമുക്ക് പഞ്ചസാര ലായനിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബൂന്തി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പഞ്ചസാര ലായനി തണുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് വീണ്ടും ഈ ബൂന്തി ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ബൂന്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ചൂട് ഉണ്ടായിരിക്കണം ഈ പഞ്ചസാര ലായനിക്ക്, എങ്കിൽ മാത്രമേ ബൂന്തിയിലോട്ട് ഈ പഞ്ചസാര നന്നായിട്ട് അബ്സോർബായി വരുള്ളൂ. നമ്മൾ ഈ ബൂന്തിയെല്ലാം ഈ പഞ്ചസാരയിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ബൂന്തി നല്ലതുപോലെ ഈ പഞ്ചസാരയെല്ലാം അബ്സോർബ് ചെയ്ത് ഇതുപോലെ നമുക്ക് തിക്കായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് ആയി കിട്ടും. ഇതേ രീതിയിൽ നമുക്കിത് ഉരുളയാക്കി എടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൂന്തി പകുതിയോളം ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ടതിന് ശേഷം പൾസ് മോഡിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ പകുതിയോളം ബൂന്തി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് പൾസ് മോഡിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മളിങ്ങനെ അരച്ചെടുത്ത് ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്നട്ടും ഉണക്കമുന്തിരിയാണ്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്നട്ടും കുറച്ച് ഉണക്കമുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. നമ്മൾ ഉരുളകളാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ചൊന്ന് ടൈറ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വേണം ഒന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഷേപ്പിലൊന്ന് കിട്ടുള്ളൂ. നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിന് നമുക്ക് ബൂന്തി എടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നോർമൽ സൈസിലുള്ള ഒരു ലഡുവിൻ്റെ ആ ഒരു സൈസിൽ നമുക്ക് ഒരു 8 ലഡു ഈ ഒരു മാവിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബൂന്തിയും ഒന്ന് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അരമണിക്കൂറൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബൂന്തി ലഡു നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നമ്മൾ മാവ് കലക്കി എടുക്കുമ്പോൾ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ പഞ്ചസാര ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസിയും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ലഡു തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.